11th chapter, feudalism and the medieval period. Medieval world. So, അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ 11.1 shown the outline of a manorial estate associated with the feudalism that existed in the medieval period. Medieval period feudalism ഉണ്ടായിരുന്ന ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. A manorial estate was a large area where the nobles lived. Manorial estate എന്ന് പറയുന്നത് നോബിൾസ് എന്ന് വെച്ചാൽ പ്രഭുക്കന്മാർ ആണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർ ജീവിച്ചിരുന്ന ഒരു ലാർജ് ഏരിയയാണ് ഈ ഒരു മെനോറിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഫൈൻഡ് ഔട്ട് ഫ്രം ദി ഫിഗർ വാട്ട് ഫെസിലിറ്റീസ് വർ അവൈലബിൾ ഹിയർ. അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ളതെന്ന് ആ ഫിഗറിൽ നോക്കാനാണ് പറയുന്നത്. സോ എന്തൊക്കെയുണ്ട് ആ പിക്ചറിൽ? ഫിഗർ 11.1 പേജ് നമ്പർ 65 അല്ലേ? അതിൽ ഫോറസ്റ്റ് ഉണ്ട്, ഫാം ലാൻഡ് അല്ലേ, ദെൻ വില്ലേജ്, ഓക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. Then move on to the next page. Let's have more discussion on feudalism and the centers of the power in the medieval period. So medieval period എന്തൊക്കെയാണ് ഫ്യൂഡലിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, സോ ഫ്യൂഡലിസം എന്ന് പറയുന്നത് നമ്മൾ ജന്മിത്വം എന്നൊക്കെ പറയും അല്ലേ. ഒരു കിങ് ഉണ്ടാവും, കുറച്ച് നോബിൾസ്, കുറച്ച് പ്രഭുക്കന്മാരുണ്ടാവും. കിങ്ങിനാണ് ഭൂമി ഉണ്ടായിരിക്കുക. ആ ഭൂമി പ്രഭുക്കന്മാർക്ക് എന്ത് ചെയ്യും, കൃഷി ചെയ്യാൻ കൊടുക്കും. സോ അങ്ങനെ ഒരു ജന്മിത്വ വ്യവസ്ഥയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയാം. ഓക്കെ, സോ ഫ്യൂഡലിസം വാസ് ആൻ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ദാറ്റ് എമേർജ്ഡ് ഇൻ medieval Europe following the collapse of Western Roman Empire. അതായത് നമ്മുടെ എന്താ പറയുക, വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം യൂറോപ്പിൽ എമർജ് ചെയ്തിട്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് നമ്മുടെ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് യൂറോപ്പിൽ ഉയർന്നു വന്ന സാമ്പത്തിക, എക്കണോമിക്, സോഷ്യൽ, സാമൂഹിക, പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയ സിസ്റ്റം, വ്യവസ്ഥയാണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ വേർഡ് ഫ്യൂഡലിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ജർമ്മൻ വേർഡ് ഫ്യൂഡ് വിച്ച് മീൻസ് എ പീസ് ഓഫ് ലാൻഡ്. അതായത് ഫ്യൂഡലിസം എന്ന വാക്ക് ഒരു കഷ്ണം ഭൂമി എന്നാണ്. ഓക്കെ, അതായത് ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ മീനിങ് പറയുന്നത് ഒരു കഷ്ണം ഭൂമി. ഓക്കെ, വിച്ച് മീൻസ് എ പീസ് ഓഫ് ലാൻഡ്. ഫ്യൂഡലിസം വിച്ച് ഒറിജിനേറ്റഡ് ഇൻ ഫ്രാൻസിലാണ് ഈ ജന്മിത്വ വ്യവസ്ഥ എന്ന് പറയുന്ന ഫ്യൂഡലിസം ഒറിജിനേറ്റ് ചെയ്തത്, അത് ഉണ്ടായത്, സ്റ്റാർട്ട് ചെയ്തത്. ലേറ്റർ സ്പ്രെഡ് ടു ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റലി. അവസാനം ഇംഗ്ലണ്ടിലേക്കും ഇറ്റലിയിലേക്കും എന്ത് ചെയ്തു, അത് സ്പ്രെഡ് ചെയ്തു. ദർ ആർ 3 ഓർഡേഴ്സ് ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം ദേ ആർ ഫോളോയിങ്. ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് 3 ഉത്തരവുകളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 3 എന്താ പറയുക ഓർഡേഴ്സ്, 3 ഉത്തരവുകളുണ്ട്. സോ അത് എന്തൊക്കെയാണ്? 3 ഓർഡേഴ്സ് ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം. ക്ലർജി എന്ന് വെച്ചാൽ പുരോഹിതന്മാർ. ഓക്കെ, നോബിൾസ് എന്ന് പറയുമ്പോൾ പ്രഭുക്കന്മാർ, ആൻഡ് പെസൻസ് കർഷകർ. ഓക്കെ, സോ ദെൻ ഇൻ ഫ്യൂഡലിസം ദ കിങ് ഓൺഡ് ഓൾ ദി ലാൻഡ്. അപ്പോൾ എന്താണ് ഫ്യൂഡലിസത്തിൻ്റെ സിസ്റ്റം എന്താണെന്ന് പറയാൻ പോവാണ്. ഫ്യൂഡലിസത്തിൽ കിങ് ഓൺഡ് ഓൾ ദി ലാൻഡ്, അതായത് രാജാവായിരിക്കും ആ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥന്. ഓക്കെ, എന്നിട്ട് ദ കിങ് ഗേവ് ദ ലാൻഡ് ഹി ഓൺഡ് ടു ദ നോബിൾസ്. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്യും, തൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി. ഓക്കെ, പിന്നെ ഇൻ റിട്ടേൺ ദ നോബിൾസ് പ്ലെഡ്ജ്ഡ് ടു ദ ലോയൽ ടു ദ കിങ് ആൻഡ് ടു പ്രൊവൈഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് നീഡ്. അതായത് നമ്മൾ പറഞ്ഞു രാജാവിന് ആണ് ഭൂമി ഉള്ളത്. അപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു, രാജാവിൻ്റെ ഭൂമി പ്രഭുക്കന്മാർക്ക് കൊടുത്തു.
ഓക്കെ. എന്നിട്ട് അപ്പോൾ രാജാവിനോട് എന്തെങ്കിലും രാജാവിന് ചെയ്തു കൊടുക്കണമല്ലോ. രാജാവിനോട് അവർ വിശ്വസ്തരായിരിക്കണമെന്നും രാജാവിന് ആവശ്യമുള്ള സമയത്ത് അവരെ സൈനിക സഹായം, മിലിറ്ററി അസിസ്റ്റൻസ് നൽകുമെന്ന് ഈ രാജാവുമായിട്ട് പ്രതിജ്ഞ എടുത്തു. രാജാവ് നോബിൾസിന് ഭൂമി കൊടുത്തു, തിരിച്ച് അവർക്ക് എന്താണ് മിലിറ്ററി അസിസ്റ്റൻസ്, സൈനിക സഹായം കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. The nobles had the power to form an army, administrative justice and mint their own currency. ഈ പ്രഭുക്കന്മാരെന്ന് പറഞ്ഞത് ചിലർക്കാരല്ല കേട്ടോ. അവർക്ക് എന്തൊക്കെയുണ്ട്? ഒരു സൈന്യം രൂപീകരിക്കാൻ, മീൻസ് ഒരു എന്താ പറയുക, ഒരു ആർമി ഫോം ചെയ്യാനുള്ള, അതുപോലെ നീതി നടപ്പാക്കാന്ന് വെച്ചാൽ എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്, നീതി നടപ്പാക്കാനും അതുപോലെ തന്നെ സ്വന്തം നാണയം അച്ചടിക്കാനുമുള്ള അധികാരമുണ്ടായിരുന്നു. ആൻഡ് മീൻസ് ദെയർ ഓൺ കറൻസി, അവരുടേതായിട്ടുള്ള നാണയം അച്ചടിക്കാനുള്ള കഴിവ് കൂടി ഈ പറഞ്ഞ നോബിൾസിന് ഉണ്ടായിരുന്നു. ഇൻ ഫ്യൂഡൽ സിസ്റ്റം ദ തേർഡ് ഓർഡർ, ഫ്യൂഡൽ സിസ്റ്റത്തിലെ മൂന്നാമത്തെ ഓർഡർ എന്ന് പറയുന്നത് ദ പെസൻസ്, കർഷകരാണ് അല്ലേ. നമ്മളിപ്പം ക്ലർജി, നോബിൾസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ പെസൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓർഡറാണ്. ദാറ്റ് സപ്പോർട്ടഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ. പെസൻസ് എന്ത് ചെയ്യാണ്? ആദ്യത്തെ ആളുകളെയും രണ്ടാമത്തെ ആളുകളെയും അവർ സഹായിക്കുന്നത്, അവർ പിന്തുണച്ചിട്ടാണ് വരുന്നത്. ദിസ് തേർഡ് ഓർഡർ ഹാസ് 2 ഡിവിഷൻസ്. ഈ മൂന്നാമത്തെ ഓർഡറിന് 2 ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻഡിപെൻഡൻറ്റ് പെസൻസ് ആൻഡ് സ്ലേവ്സ്. ഓക്കെ, സോ അവിടെ പറയുന്നത് നമ്മുടെ പെസൻസിൻ്റെ കണ്ടീഷനാണ്. ഓക്കെ, എന്തൊക്കെയാണ് പെസൻസിൻ്റെ കണ്ടീഷൻ? ദേ ഡിഡ് നോട്ട് ഹാവ് ദെയർ ഓൺ ലാൻഡ്. അവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. ദേ ഹാവ് ടു വർക്ക് ഓൺ ദി ഫാംസ് ആൻഡ് ഇൻ ദ ഹൗസസ് ഓഫ് നോബിൾസ്. അവർക്ക് ഈ പ്രഭുക്കന്മാരുടെ ഫാമുകളിലും വീടുകളിലൊക്കെ പണിയെടുക്കേണ്ടതായിട്ട് വരും അല്ലേ. പെസൻസ് എന്ന് പറയുമ്പം വളരെ താഴ്ന്ന രീതിയിലായോ അല്ലേ, വളരെ താഴ്ന്ന അടിമത്തം സഹിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളാണ് പെസൻസ്, കർഷകരെന്ന് പറയുന്നത്. അതുപോലെ ദേ ഡിഡ് നോട്ട് റിസീവ് വേജസ്. അവർക്ക് എന്ത് കിട്ടിയിരുന്നില്ല? സാലറി അല്ലേ. അവർ പണിയെടുക്കുന്നതിനുള്ള സാലറി അവർക്ക് കൊടുത്തിരുന്നില്ല. ദേ കുഡ് നോട്ട് ലീവ് ദ ലാൻഡ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദി നോബിൾ. അവർക്ക് ആ പ്രഭുവിൻ്റെ സമ്മതമില്ലാതെ ആ ലാൻഡ് വിട്ട് പോകാൻ പോലും അവർക്ക് പറ്റിയിരുന്നില്ല അല്ലേ. വളരെ പത്തറ്റിക് കണ്ടീഷനാണ് നമ്മളെ പെസൻസ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബൈ ദ 14th century ഫ്യൂഡലിസം ബിഗാൻ ടു കൊളാപ്സ്. 14ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഈ ഒരു ജന്മിത്ത വ്യവസ്ഥ, ഈ ഒരു ഫ്യൂഡലിസം എന്ന് പറയുന്നത് നശിക്കാൻ തുടങ്ങി. കൊളാപ്സ് എന്ന് വെച്ചാൽ നശിക്കാം അല്ലെങ്കിൽ തകർച്ച സംഭവിച്ചു. വാട്ട് വേർ ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദിസ്? അതിന് തകരാൻ കാരണമായിട്ടുള്ള സർക്കംസ്റ്റൻസുകൾ, സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ വിച്ച് ആർ ദി സർക്കംസ്റ്റൻസ് അല്ലേ, സാഹചര്യങ്ങൾ. ഫസ്റ്റ് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ഇപ്പം അഗ്രികൾച്ചറിനൊക്കെ നല്ല കാലാവസ്ഥയായിരിക്കണം അല്ലേ. കൃഷിയാണ് നമ്മുടെ ഫ്യൂഡലിസത്തിൻ്റെ അവരുടെ മെയിൻ ഒരു ഇൻകം എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. കൃഷിയായിരുന്നു അവരുടെ മെയിൻ ജോലി. അതിൽ നിന്നുള്ള ഇൻകം കൊണ്ടാണ് അവർ കൂടുതലും ജീവിച്ചിരുന്നത്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, കാലാവസ്ഥയിൽ ഇപ്പം ഹെവി റെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ കൃഷിക്ക് ഒരുപാട് നാശം സംഭവിക്കും. അപ്പം ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം എന്താണ്? ഒരു സർക്കംസ്റ്റൻസ് ആണ് നമ്മുടെ ഫ്യൂഡലിസം തകരാനുള്ള. രണ്ടാമത്തേത് സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്, ലോഹ നാണയങ്ങളുടെ ക്ഷാമം. അതുപോലെ സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി, അതായത് നമ്മുടെ രാജവാഴ്ച ശക്തിപ്പെടുത്തുന്നത് ഒരു സാഹചര്യമാണ്. ദെൻ സ്പ്രെഡ് ഓഫ് പാൻഡമിക് നോൺ ആസ് ദ പ്ലാഗ് ഓർ ബ്ലാക്ക് ഡെത്ത്. അപ്പം പ്ലാഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് പോലെയുള്ള പകർച്ചവ്യാധിയുടെ വ്യാപനം നമ്മുടെ ഫ്യൂഡലിസം തകരാനുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ, വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം, ക്രുസൈഡ്സ്, കുരിശ് യുദ്ധങ്ങൾ, ഇതൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂഡലിസം തകരാനുള്ള സാഹചര്യങ്ങൾ. ഓക്കെ, ഹോളി റോമൻ എംപയർ, ഹിയർ വിശുദ്ധ റോമൻ സാമ്രാജ്യം. ഹോളി മീൻസ് വിശുദ്ധ, റോമൻ എംപയർ എന്ന് വെച്ചാൽ റോമൻ സാമ്രാജ്യം. യു ഹാവ് ലേൺ അബൌട്ട് ദ എംപയർ ദാറ്റ് വാസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ റോം ഇൻ ദ പ്രീവിയസ് ക്ലാസ്. Later, the Roman Empire was divided into the Western Roman Empire and the Eastern Roman Empire.
അതായത് മുൻ ക്ലാസ്സിൽ റോമൻ ആസ്ഥാനമായിരുന്ന സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം റോമൻ എംപയർ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് വെസ്റ്റേൺ റോമൻ എംപയറും അതുപോലെ ഈസ്റ്റേൺ റോമൻ എംപയറും. ഓക്കെ, ദ വെസ്റ്റേൺ റോമൻ എംപയർ വാസ് ലേറ്റർ കോൺക്വേർഡ് ബൈ ദി ഫ്രാങ്ക്സ് എ ട്രൈബ്സ് ഇൻ ഗ്രൂപ്പ്. അങ്ങനെ നമ്മുടെ വെസ്റ്റേൺ യൂറോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, വെസ്റ്റേൺ റോമൻ എംപയറിന് ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു ഗോത്രം എന്ത് ചെയ്തു, പിടികൂടി, കീഴടക്കി. യൂറോപ്പിലെ ഒരു ട്രൈബൽ ഫ്രാങ്കുകൾ എന്ന് പറഞ്ഞ ഒരു ഗോത്ര വിഭാഗക്കാർ എന്ത് ചെയ്തു, ഈ വെസ്റ്റേൺ എംപയറിനെ, റോമൻ എംപയറിനെ കീഴടക്കി. ഓക്കെ, കോൺക്വേർഡ്. ദേ ഫൗണ്ടഡ് ദ ഫ്രാങ്കിഷ് എംപയർ. അങ്ങനെ അവരെന്ത് ചെയ്തു, ഫ്രാങ്കിഷ് സാമ്രാജ്യം സ്ഥാപിച്ചു. ഓക്കെ, നമ്മുടെ റോമൻ എംപയർ രണ്ടെണ്ണമാക്കി ഡിവൈഡ് ആയിട്ടുണ്ട്, വെസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. ആ വെസ്റ്റേൺ റോമൻ എംപയർ എന്ത് ചെയ്തു, ഫ്രാങ്ക് എന്ന് പറഞ്ഞൊരു ട്രൈബ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്തു, കോൺക്വേർഡ്, കീഴടക്കി. എന്നിട്ട് അവർ ഫ്രാങ്കിഷ് സാമ്രാജ്യം, ഫ്രാങ്കിഷ് എംപയർ എന്നവർ സ്ഥാപിച്ചു. The most famous ruler of this empire was Charlemagne. Okay, ഈ സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തനായ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് ചാർലിമൻ എന്നൊരാളായിരുന്നു. The most famous ruler of this empire was Charlemagne. When Pope Leo III was expelled from Rome by his enemies. അങ്ങനെ നമ്മുടെ ലിയോ മൂന്നാമൻ ആയ പോപ്പിനെ എന്ത് ചെയ്തു, അവരുടെ ശത്രുക്കൾ റോമിൽ നിന്ന് പുറത്താക്കി. ഓക്കെ, ആ സമയത്ത് ഈ ചാർലിമൻ എന്ത് ചെയ്തു, ഡിഫീറ്റഡ് ദം ആൻഡ് റീസ്റ്റോർഡ് ഹിം ആസ് പോപ്പ്. ഈ ചാർലിമൻ അവരെ പരാജയപ്പെടുത്തിയിട്ട് പോപ്പായിട്ട് പുനഃസ്ഥാപിച്ചു. ഓക്കെ, ഇൻ റിട്ടേൺ ദ പോപ്പ് ക്രൗണ്ട് ചാർലിമൻ ആസ് ദ ഫസ്റ്റ് ഹോളി റോമൻ എംപയർ. അങ്ങനെ പോപ്പിന് ഈ ഒരു കാര്യം കൊണ്ട് പോപ്പ് എന്ത് ചെയ്തു, ചാർലിമൻ ആദ്യത്തെ വിശുദ്ധ റോമൻ ചക്രവർത്തിയായിട്ട്, പോപ്പ് ചാർലിമൻ ആദ്യത്തെ വിശുദ്ധ റോമൻ ചക്രവർത്തിയായിട്ട് കിരീടദാനം ചെയ്തു. Therefore this empire is also known as the Holy Roman Empire. അതുകൊണ്ട് തന്നെ ഈ ഒരു സാമ്രാജ്യം വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നു. സ്റ്റൈലൊന്നും കൂടെ പറയും. അതുപോലെ ചാർലിമൻ്റെ ഈ ഒരു പ്രോഗ്രസ്സിനെ നമ്മൾ കരോലിജിയൻ റിനൈസൻസ് എന്നുകൂടെ പറയാം. ഓക്കെ, so then move on to the Eastern Roman Empire. So Eastern Roman Empire എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. The Eastern Roman Empire emerged in the East after the collapse of the Western Roman Empire. Western Roman Empireന്റെ തകർച്ചയ്ക്ക് ശേഷം ആണ് ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ്റ്റിൽ എമർജ് ചെയ്യുന്നത്. which was based in Rome. ഇറ്റ്സ് ക്യാപിറ്റൽ വാസ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ദ ഓൾഡ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ബൈസാൻഡിയം. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന അവരുടെ തലസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പേര് ബൈസാൻഡിയം എന്നായിരുന്നു. ദെർഫോർ ദിസ് എംപയർ ഈസ് ഓൾസോ നോൺ ആസ് ബൈസാൻഡൈൻ എംപയർ. ഈ ഒരു സാമ്രാജ്യത്തിൽ നമ്മൾ ബൈസാൻഡൈൻ എംപയർ എന്നും കൂടി പറയും. Justinian was a famous ruler of the Eastern Roman Empire. Eastern Roman Empireന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു റൂളറാണ് ജസ്റ്റിനിയൻ എന്ന് പറയുന്നത്. ജസ്റ്റിനിയൻസ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ടു ദ വേൾഡ് വാസ് കോഡ് ഓഫ് ജസ്റ്റിനിയൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത് ലോകത്തിന് വേണ്ടിയിട്ട്. എ കമ്മിറ്റി ഓഫ് ജൂറിസ്റ്റ് വാസ് ഫോം ടു കോഡിഫൈ ദി ലോസ്, jurisprudence and legal edicts that exist in the empire and to create a distinct law. Okay, so a committee of jurists was formed to codify the law. എന്ന് പറഞ്ഞാൽ എന്താ മീൻസ് ഈ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ, അതുപോലെ നിയമശാസനങ്ങൾ എന്നിവ ക്രോഡീകരിക്കുന്നതിനും വ്യത്യസ്തമായിട്ടൊരു നിയമം സൃഷ്ടിക്കുന്നതിനുമായിരുന്നു ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ഓക്കെ, the law thus compiled was the corpus juris civilis. It had 3 parts. അങ്ങനെ സമാഹരിച്ച നിയമം കോർപ്പസ് ജൂറിസ് സിവിൽസ് ആയിരുന്നു. അതിന് 3 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. സോ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കോർപ്പസ് ജൂറിസ് സിവിൽസ് 3 ഭാഗങ്ങളുണ്ട്, 3 parts.
ഡൈജസ്റ്റ് കോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്.